പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച അലന്റെ പൊതുദർശനം നടക്കുകയാണ്. വികാരനിർഭരമായിട്ടാണ് പ്രിയപ്പെട്ടവർ അലന് വിട നൽകുന്നത്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അലന്റെ ഭൗതിക ശരീരം വീട്ടിൽ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ആളുകൾ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. ഒരു നാടൊന്നാകെ വലിയ ഞെട്ടൽ തന്നെയാണ്. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവിൻ്റെ വിയോഗം തീർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ മിനിങ്ങാന്ന്, അതായത് ഞായറാഴ്ച വൈകിട്ടൊരു 7 മണിയോടുകൂടെയാണ് അലനും അലൻ്റെ അമ്മയും സ്വന്തം വീട്ടിലേക്ക് വരുന്നതിനിടയ്ക്ക് കാട്ടാനയുടെ മുമ്പിൽ വീട് ഇപ്പോൾ ഈ പൊതുദർശനത്തിന് വെച്ചിട്ടുള്ള വീടിൻ്റെ ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറത്ത് പൊതുവഴിയിലാണ് കാട്ടാന എത്തി അലനെയും അമ്മയെയും ആക്രമിച്ചത്. അതിൽ അലൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും അലൻ്റെ ഭൗതിക ശരീരം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നാട്ടുകാരും ബന്ധുക്കളും മറ്റുമൊക്കെ അലനെ അവസാനമായ ഒരു നോക്ക് കാണാനായി എത്തിയിട്ടുണ്ട്. ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വിയോഗം തന്നെയാണ് ഈ അലൻ്റെ. കാരണം 23-കാരൻ കൊച്ചിയിൽ നിന്നും ലീവിനായിട്ട് നാട്ടിലേക്ക് വന്നതായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസമൊക്കെ ഈ അലൻ്റെ മരണത്തിൽ വ്യാപക പ്രതിഷേധമായിരുന്നു ഉയർന്നത്. നാട്ടുകാരും ബന്ധുക്കളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, BJP ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെ പറഞ്ഞത് ഇനിയൊരു കാട്ടാനയുടെ ആക്രമണവും അതിലൊരു മരണവും മറ്റൊന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശാശ്വത നടപടികൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യമാണ് അവരൊക്കെ ഉന്നയിച്ചത്. അത്തരത്തിൽ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്ത പക്ഷം കൂടുതൽ സമരങ്ങളിലേക്ക് കടക്കുമെന്നും ബന്ധുക്കളും മറ്റുമൊക്കെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴേതായാലും ആ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് അലൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. വൈകിട്ട് ഒരു ഉച്ചതിരിഞ്ഞ് ഒരു മണിയോടുകൂടെയാണ് ഭൗതിക ശരീരം വീട്ടിൽ നിന്നും ഈ പൊതുദർശനം പൂർത്തിയാക്കിയെടുക്കുക. അതിനുശേഷം മൈലംപുള്ളിയിലുള്ള സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകളും മറ്റും നടക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 2 മണി 3 മണിയോടുകൂടെ സംസ്കാരം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.